സ്വന്തം ഭാര്യയുടെ ശരീരം മാംസം വേറെ എല്ലുകൾ വേറെയായി പ്രത്യേകം വെട്ടിയെടുക്കുകയും മാംസം കുക്കറിലിട്ട് വേവിക്കുകയും എല്ലിനെ ഇടിച്ച് പൊടിയാക്കി ഇവയെല്ലാം കുളത്തിൽ കൊണ്ടിട്ട് അവിടെയുള്ള മത്സ്യങ്ങൾക്ക് ഭക്ഷണമാക്കി. ഒരു മനുഷ്യന് ഇങ്ങനെയെല്ലാം ചെയ്യാൻ തോന്നുമോ എന്നുള്ള ചോദ്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്കുണ്ടാകാം. പക്ഷെ നമ്മുടെ ചാനൽ സ്ഥിരമായി കാണുന്നവർക്ക് ഒരു കാര്യം അറിയാം, ഈ ലോകത്തിൽ ഇങ്ങനെയും സംഭവിക്കുന്നുണ്ട്. ഇതിലും വളരെ ക്രൂരമായ കേസുകൾ നമ്മുടെ ചാനലിലൂടെ നമ്മൾ കണ്ടതാണ്. ഈ ഒരു സംഭവത്തിൽ ആ മനുഷ്യന് ഇതെങ്ങനെ ചെയ്യാൻ തോന്നി? ഇത് ചെയ്യുന്ന സമയത്ത് അയാളുടെ മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു? അയാളുടെ പേര് ഗുരുമൂർത്തി എന്നാണ്. താൻ തന്നെയാണ് ഇതെല്ലാം ചെയ്തതെന്ന് അയാൾ പോലീസിനോട് സമ്മതിച്ചു. പക്ഷെ പിന്നീടാണ് ഈ കഥയിൽ വലിയൊരു വഴിത്തിരിവുണ്ടായത്. ഈ ഗുരുമൂർത്തി എന്ന മുൻ പട്ടാളക്കാരൻ സമ്മതിച്ചത് താൻ തൻ്റെ ഭാര്യയെ കൊന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കുക്കറിൽ വേവിച്ച് അതിനെ ഡിസ്പോസ് ചെയ്തു എന്നവൻ പറഞ്ഞതെല്ലാം ശരിയല്ല, അത് കെട്ടിച്ചമച്ച കഥയാണ് എന്ന രീതിയിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു വാർത്ത വന്നിട്ടുണ്ട്. ഇത് ഈ ഒരു കേസിനെ തന്നെ ഇപ്പോൾ തലകീഴാക്കി മാറ്റിയിട്ടുണ്ട്. കേസിന്റെ മൊത്തത്തിലുള്ള അന്വേഷണത്തെ തന്നെ അത് വലിയ തോതിൽ മാറ്റിമറിച്ചു. കുറ്റമെല്ലാം അവൻ സമ്മതിച്ച സ്ഥിതിക്ക് ഇങ്ങനൊരു ട്വിസ്റ്റ് എങ്ങനെയാണ് സംഭവിച്ചത്? കുറ്റസമ്മതം അവൻ നടത്തിയതിനു ശേഷവും പോലീസ് എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു? അങ്ങനെയാണെങ്കിൽ ഗുരുമൂർത്തി എന്തുകൊണ്ട് കള്ളം പറഞ്ഞു? ഇനി ഗുരുമൂർത്തി കള്ളം പറഞ്ഞത് തന്നെയാണോ? അല്ലെങ്കിൽ ഈ കൊലപാതകത്തിൽ ഇനി മറ്റാർക്കെങ്കിലും ബന്ധമുണ്ടോ? ഇപ്പോൾ ഈ ഒരു കേസിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ജനുവരി മാസം 18 അന്നത്തെ ദിവസം ഒരു വൃദ്ധ ഹൈദരാബാദ് മീർപേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു. തന്റെ മകളായ മാധവിയെ 2 ദിവസമായി കാണാനില്ല എന്ന ഒരു പരാതി അവർ നൽകി. ഒപ്പം മറ്റൊരാൾ കൂടെ നിൽക്കുന്നത് പോലീസുകാർ കണ്ടു. ആരാണ് ഇതെന്ന് ചോദിച്ചപ്പോൾ, സർ ഞാനാണ്, എൻ്റെ പേര് ഗുരുമൂർത്തി, ഞാനാണ് കാണാതായ മാധവിയുടെ ഭർത്താവ് എന്ന് പറഞ്ഞു. തെലങ്കാന ഹൈദരാബാദിലെ മീർപേട്ട എന്ന ഏരിയയിലെ വെങ്കടേശ്വര കോളനിയിൽ താമസിച്ചിരുന്ന ഗുരുമൂർത്തി ഒരു മുൻ സൈനികനായിരുന്നു. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ DRDO, അതായത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനിൽ അയാൾ ഒരു സെക്യൂരിറ്റിയായി ജോലി ചെയ്യുകയാണ്. അവനും അമ്മായിയമ്മയും ചേർന്നായിരുന്നു മാധവിയെ കാണാനില്ല എന്ന കംപ്ലൈന്റ് കൊടുക്കാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയത്. പോലീസും എന്താണ് സംഭവിച്ചത് വിശദമായി ഒന്ന് പറയാമോ എന്ന് ഗുരുമൂർത്തിയോട് ചോദിച്ചു. അയാൾ പറഞ്ഞത്, ഞാനും ഭാര്യയും ഇടയ്ക്കിടെ വഴക്കുണ്ടാക്കും. അതുപോലെ ജനുവരി മാസം 16 ഞാൻ ഭാര്യയുമായി വഴക്കിട്ടു. ആ വഴക്കിൽ അവൾ ദേഷ്യപ്പെട്ട് വീട്ടിൽ നിന്നും ഇറങ്ങി. ഇത് കേട്ട് പോലീസ് തുടക്കത്തിൽ ഒരു മിസ്സിംഗ് കേസ് ആയിരിക്കുമെന്ന് കരുതി അന്വേഷണം ആരംഭിച്ചു. ആ അന്വേഷണത്തിൽ CCTV ദൃശ്യങ്ങളും ആ ഏരിയയിലുള്ള മറ്റു പല CCTV ദൃശ്യങ്ങളും പരിശോധിച്ചപ്പോഴും ഇവരുടെ ഭാര്യ വീട്ടിൽ നിന്നും ഇറങ്ങി മറ്റെവിടെയെങ്കിലും പോകുന്നത് പോലുള്ള അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയതുപോലുള്ള യാതൊരു ദൃശ്യവും അവർക്ക് ലഭിച്ചില്ല. ഇപ്പൊ പോലീസിന്റെ സംശയം മുഴുവനും ഗുരുമൂർത്തിയിലേക്ക് തിരിഞ്ഞു. ഒന്നും മറച്ചു വയ്ക്കാതെ എല്ലാം പറയണമെന്ന് പോലീസ് അയാളോട് ആവശ്യപ്പെട്ടു. എന്നാൽ തനിക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ഗുരുമൂർത്തി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. അവൾ ഞാനുമായി വഴക്കിട്ടു, വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലീസ് അവരുടേതായ ശൈലിയിൽ അന്വേഷിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്, അന്ന് എന്ത് നടന്നു എന്നുള്ള ഓരോ കാര്യങ്ങളായി ഏറ്റുപറയാൻ തുടങ്ങി. അവന്റെ കുറ്റസമ്മതം കേട്ട് പോലീസുകാർ പോലും ഞെട്ടിപ്പോയി. ആ കുറ്റസമ്മതം പുറത്തു വന്നതിന് ശേഷം ഈയൊരു വാർത്തയായിരുന്നു എല്ലാ പത്രമാധ്യമങ്ങളിലും ചാനലുകളും സോഷ്യൽ മീഡിയയിലുടനീളം ഹെഡ്ലൈൻസായി വരാൻ തുടങ്ങി. 45 വയസ്സുള്ള ഗുരുമൂർത്തിയും 35 വയസ്സുള്ള പുട്ടാ വെങ്കട മാധവി, ഇവർ വിവാഹിതരായി 13 വർഷമായി. ഇവർക്ക് 2 മക്കളുണ്ട്. മാത്രമല്ല കഴിഞ്ഞ 5 വർഷമായി മറ്റു കുടുംബങ്ങളെ പോലെ തന്നെ വളരെ സാധാരണ രീതിയിലുള്ള ഒരു കുടുംബജീവിതം നയിക്കുന്നു. വെങ്കടേശ്വര കോളനിയിലാണ് താമസിക്കുന്നത്. പുറമേ നിന്ന് നോക്കിയാൽ അതൊരു മനോഹരമായ കുടുംബം പോലെ തോന്നുകയാണെങ്കിലും ആ കുടുംബത്തിനുള്ളിൽ ഒരു യുദ്ധം തന്നെ നടക്കുകയായിരുന്നു. ഗുരുമൂർത്തി ഒരു പട്ടാള ഉദ്യോഗസ്ഥനായതുകൊണ്ട് അയാൾക്ക് എപ്പോഴും വീട്ടിലായിരിക്കാൻ സാധിക്കില്ല. അതിനാൽ മാധവിയായിരുന്നു വീട്ടിലിരുന്ന് തന്റെ മക്കളെയും കാര്യങ്ങളെയും ഒക്കെ നോക്കിയിരുന്നത്. ഇപ്പോൾ ഈ കുടുംബത്തിൽ നിന്ന് മാറി പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന ഗുരുമൂർത്തിക്ക് ഭാര്യയോടൊരു സംശയം തോന്നുന്നു. ഭാര്യയ്ക്ക് മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോ, മറ്റാരോടെങ്കിലും അവൾ ഫോണിൽ സംസാരിക്കാറുണ്ടോ? ഇങ്ങനെയുള്ള സംശയം പതിയെ പതിയെ വളർന്നു വരാൻ തുടങ്ങി. അനുദിനം വർദ്ധിച്ചുകൊണ്ടേ വന്നു. ഇക്കാര്യം പറഞ്ഞ് നാട്ടിൽ വരുമ്പോഴെല്ലാം, അവരുടെ വീട്ടിൽ വരുമ്പോഴെല്ലാം അയാൾ ഭാര്യയുമായി വഴക്കിട്ടുകൊണ്ടേയിരുന്നു. ഒരു ഘട്ടത്തിൽ തനിക്ക് ജോലി തന്നെ വേണ്ട എന്ന് പറഞ്ഞ് വോളണ്ടറിയായി റിട്ടയർമെന്റ് വാങ്ങി വീട്ടിലേക്ക് തന്നെ വന്നിരുന്നു. പിന്നീട് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ DRDOയിൽ ഒരു സെക്യൂരിറ്റിയായി ജോലി ചെയ്യാൻ തുടങ്ങി.
ഈ സാഹചര്യത്തിലായിരുന്നു വീണ്ടും അവർക്കിടയിൽ വഴക്കുണ്ടാകാൻ തുടങ്ങി. സംശയം മനസ്സിൽ പൊട്ടി മുളച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ തുടച്ചു നീക്കുക അസാധ്യമാണ്. അങ്ങനെ ഈ കുടുംബത്തിലും അത് തന്നെ ഒരു വലിയ വില്ലനായി മാറി. ഇതിന് ശേഷം സംഭവിച്ച കാര്യങ്ങളൊക്കെ രണ്ട് രീതിയിലാണ് പറയപ്പെടുന്നത്, രണ്ട് തിയറി എന്ന് പറയാം. ഇതിൽ ആദ്യം പറയുന്ന തിയറി കൂടുതലായും എവിടെയും കാണാൻ സാധിച്ചില്ല, ചില സ്ഥലങ്ങളിൽ മാത്രം കാണാൻ സാധിച്ചതാണ്. ഗുരുമൂർത്തി സത്യത്തിൽ കഴിഞ്ഞ 6 മാസമായി തൻ്റെ ഭാര്യയെ കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നു. എങ്ങനെ കൊല്ലണമെന്നുള്ളത് അയാൾ യൂട്യൂബിലൂടെയും ഹോളിവുഡ് സിനിമകളിലൂടെയും പഠിക്കാൻ തുടങ്ങി. എങ്ങനെയൊക്കെ വ്യത്യസ്തമായ രീതിയിൽ കൊലപാതകം ചെയ്യാം, ചെയ്തതിനു ശേഷം എങ്ങനെ രക്ഷപ്പെടാം, എല്ലാം അയാൾ റിസർച്ച് ചെയ്തു. അങ്ങനെ അയാൾ കണ്ട ഒരു സിനിമയിൽ ഒരു സൈക്കോ തൻ്റെ ഇരകളെ കൊല്ലുന്നതിന് മുൻപ് ഒരു നായയെ കൊല്ലുകയും അതിനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പരിശീലനം അയാൾ നേടുകയും ചെയ്തിരുന്നു. കൂടാതെ അയാൾ ആ നായയെ കഷ്ണങ്ങളാക്കി പലതവണ വേവിച്ചു. അങ്ങനെ ആ നായയുടെ മാംസമെല്ലാം ഒരു ഘട്ടത്തിൽ അലിഞ്ഞു പോകുന്നതായും ആ സിനിമയിൽ കാണിച്ചിരുന്നു. ഇത് കണ്ട ഗുരുമൂർത്തി ഈ രീതി തന്നെയായിരിക്കും തനിക്ക് നല്ലത് എന്ന് കരുതി തിരഞ്ഞെടുത്തു. അതുപോലെ ഒരു ദിവസം ഭാര്യയും മക്കളുമെല്ലാം പുറത്തു പോയപ്പോൾ അയാൾ തെരുവിലൂടെ പോയ ഒരു നായയെ അടിച്ചു കൊന്ന് അതിനെ വീട്ടിലേക്ക് കൊണ്ടുപോയി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുകയും ആ സിനിമയിൽ വന്നതുപോലെ സമാനമായ രീതിയിൽ കുക്കറിൽ വേവിച്ച് അങ്ങനെ ഒരു ട്രെയിനിങ് അയാൾ എടുത്തു. അതിനുശേഷം തനിക്ക് തക്കതായ ശരിയായ ഒരു ദിവസവും നോക്കി അയാൾ കാത്തിരുന്നു. അങ്ങനെ ജനുവരി മാസം 16-ാം തീയതി സംക്രാന്തി ചടങ്ങിന് വേണ്ടി തൻ്റെ 2 മക്കളെയും മാധവിയുടെ അമ്മയുടെ വീട്ടിലേക്ക് അയച്ചു. അന്നത്തെ ദിവസം രാത്രി ഗുരുമൂർത്തിയും ഭാര്യയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ഇവർക്കിടയിൽ അന്നും വഴക്കുണ്ടായി. മാധവിയോട് വഴക്കിടാൻ തുടങ്ങി. ഒരു ഘട്ടത്തിൽ അയാൾ അടുക്കളയിൽ നിന്നും കത്തിയെടുത്തു കൊണ്ടുവന്ന് മാധവിയെ വീടിനുള്ളിൽ വെച്ച് തന്നെ കുത്തിക്കൊന്നു. അതിനുശേഷം അയാൾ ആ ശരീരത്തിനുള്ളിലെ രക്തമെല്ലാം കട്ടപിടിക്കാനായി ഫ്രിഡ്ജിനുള്ളിലാക്കി. പിന്നീട് ആ ഡെഡ് ബോഡി പുറത്തേക്ക് എടുത്ത് കഷ്ണങ്ങളാക്കി അതിനെ കുക്കറിൽ വേവിച്ചു. അതിനെ ഒരു ദ്രാവക രൂപത്തിലാക്കി. ഇതായിരുന്നു ഒന്നാമത്തെ തിയറി. ഇനി രണ്ടാമത്തെ രീതി, അതായത് മാധ്യമങ്ങളെല്ലാം പറഞ്ഞൊരു കാര്യം, എപ്പോഴത്തെയും പോലെ ജനുവരി മാസം 16-ാം തീയതിയും അവർക്കിടയിൽ വഴക്കുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വഴക്ക് ഇങ്ങനെയുള്ള സംശയത്തിൻ്റെ പേരിലൊന്നും സംഭവിച്ചതല്ല. ചടങ്ങിനായി അമ്മയുടെ വീട്ടിലേക്ക് പോകണമെന്ന് മാധവി പറഞ്ഞു. അതുമായി എന്തോ ബന്ധപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു അവർക്കിടയിൽ അന്നുണ്ടായത്. അതുപോലെ അന്നത്തെ ദിവസം ഗുരുമൂർത്തിയുടെ 2 മക്കളും ഗുരുമൂർത്തിയുടെ തന്നെ സഹോദരിയുടെ വീട്ടിലായിരുന്നു. കൂടാതെ ഈ ഒരു വഴക്കിൽ മാധവി എതിർത്ത് സംസാരിക്കാൻ തുടങ്ങി. ഗുരുമൂർത്തി പറയുന്നതിനെ എതിർത്തവൾ പല കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. ഇതിൽ ദേഷ്യം വന്ന ഗുരുമൂർത്തി മാധവിയുടെ തലമുടി പിടിച്ചു വലിച്ച് ഭിത്തിയിൽ തന്നെ ഇടിച്ചു. അവൾ അവിടെ തന്നെ ബോധം നഷ്ടമായി. അല്ലെങ്കിൽ അവൾ ഇപ്പോൾ ഭയന്നുപോയ ഗുരുമൂർത്തി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നു. ഇതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാമെന്ന് അയാൾ ആലോചിക്കാൻ തുടങ്ങി. അങ്ങനെ അവളുടെ ശരീരം വലിച്ച് ബാത്റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെ ആടിൻ്റെയും പശുവിൻ്റെയും ഇറച്ചി വെട്ടാൻ ഉപയോഗിക്കുന്ന കശാപ്പ് കത്തി ഉപയോഗിച്ച് മാധവിയുടെ ശരീരം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി. പക്ഷെ അത് പുറത്തേക്ക് എവിടെയെങ്കിലും എറിഞ്ഞാൽ മറ്റുള്ളവർ തീർച്ചയായും കണ്ടെത്തും. അങ്ങനെ അയാൾ ആ കഷ്ണങ്ങളെല്ലാം എടുത്ത് കുക്കറിലിട്ടു. ഒരു 5-6 മണിക്കൂർ തുടർച്ചയായി തിളപ്പിച്ചു. അങ്ങനെ വേവിച്ചെടുത്ത കഷ്ണങ്ങളിൽ നിന്നും അയാൾ എല്ലുകൾ പ്രത്യേകം മാറ്റി. എന്തുകൊണ്ട് അയാൾ ആ മാംസത്തിൽ നിന്നും എല്ലിൻ കഷ്ണങ്ങൾ പ്രത്യേകം എടുത്തുവെന്ന് ചോദിച്ചാൽ, ആ എല്ലിൻ കഷ്ണങ്ങളെ പുറത്തെറിഞ്ഞാൽ അതും മനുഷ്യ എല്ലുകളാണെന്ന് മനസ്സിലാകും. അതിനാൽ നമ്മുടെ അടുക്കളയിലൊക്കെ സാധാരണ ചെറിയ ചെറിയ വസ്തുക്കൾ പൊടിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയൊരു ഇടിക്കല്ല്, അതിലിട്ട് ഇടിച്ച് പൗഡർ പോലെയാക്കി ആ എല്ലിൻ കഷ്ണങ്ങളെയെല്ലാം. ഇതെല്ലാം അയാൾ തുടർന്ന് 2 ദിവസത്തോളം സാവധാനം ചെയ്തു. അതിനുശേഷം ആ വേവിച്ച ഭാഗങ്ങളും ഈ പൊടിച്ച പൊടിയും എല്ലാം കലർത്തി അവിടെയുള്ള തെരുവ് നായകൾക്ക് കഴിക്കാൻ കൊടുത്തു. ബാക്കിയുള്ള എല്ലാം ഒരു ബാഗിനുള്ളിൽ എടുത്തുകൊണ്ടുപോയി അതിനെ തൊട്ടടുത്തുള്ള ഒരു കുളത്തിൽ എറിഞ്ഞുവെന്നും പറയുന്നു. ഇതുവരെയുമാണ് എല്ലാ വാർത്താമാധ്യമങ്ങളിലും പറഞ്ഞത്. ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് പോലീസ് ഒരു വലിയ ട്വിസ്റ്റ് തന്നെ കൊണ്ടുവന്നത്. അതായത് എത്ര തന്നെ ഗുരുമൂർത്തി തൻ്റെ ഭാര്യയെ താൻ ഇങ്ങനെയെല്ലാമാണ് കൊന്നത് എന്ന് കുറ്റസമ്മതം നടത്തിയാലും പോലീസിന് വീണ്ടും കൃത്യമായ തെളിവുകൾ ലഭിച്ചില്ല. ശാസ്ത്രീയമായ തെളിവുകളോ സാങ്കേതികമായ തെളിവുകളോ ഒന്നും ലഭിച്ചില്ല. അവർ ആ വീട് മുഴുവനും തിരഞ്ഞു നോക്കി. ഗുരുമൂർത്തി ബാക്കിയുള്ള അവശിഷ്ടങ്ങൾ തൂക്കി എറിഞ്ഞുവെന്ന് പറയുന്ന കുളം, അതിനു ചുറ്റുമുള്ള പ്രദേശം, എല്ലാ സ്ഥലങ്ങളിലും തിരഞ്ഞു. പറഞ്ഞു വന്നാൽ ആ വീടിനുള്ളിൽ യാതൊരു ഫോറൻസിക് തെളിവുകളും കണ്ടെത്താനായില്ല. ഒരു മനുഷ്യന്റെ മുഴുവൻ ശരീരം ബാത്റൂമിനുള്ളിൽ വെച്ച് വെട്ടി കഷ്ണങ്ങളാക്കി. അപ്പോൾ അവിടെ ഒരു ചെറിയ മാംസം പോലും കണ്ടെത്താൻ സാധിച്ചില്ലേ? എന്നാൽ അങ്ങനെ ഒരു ചെറിയ മാംസ കഷ്ണം പോലും അവിടെ എവിടെ നിന്നും ലഭിച്ചില്ല. മനുഷ്യ അവശിഷ്ടങ്ങൾ ഒന്നും തന്നെ ലഭിച്ചില്ല. എന്തിന്? ഒരു ചെറിയ രക്തത്തുള്ളി പോലും ഫോറൻസിക് ടീമിനെ കൊണ്ട് ആ വീട്ടിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചില്ല. പോലീസിന് ഈ കേസ് വലിയൊരു തലവേദനയും വലിയൊരു വെല്ലുവിളിയായി മാറാൻ തുടങ്ങി.
കാരണം കോടതിക്ക് ആവശ്യം തെളിവുകളാണ്. തെളിവുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു കേസ് അവിടെ നിൽക്കില്ല. ഗുരുമൂർത്തി എവിടെയോ കൊണ്ട് കളഞ്ഞു എന്ന് പറഞ്ഞ ശരീരഭാഗങ്ങൾ പോലീസിനെ കൊണ്ട് കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷേ ഇതിൽ പോലീസിന് വലിയൊരു ദുഃഖം തോന്നിപ്പിക്കുന്ന ഒരു കാര്യം, ഗുരുമൂർത്തി തന്നെ സമ്മതിച്ചിട്ടുണ്ട് താനാണ് കുറ്റം ചെയ്തത്, എങ്ങനെയെല്ലാം ചെയ്തു എന്നുള്ളതെല്ലാം അയാൾ കുറ്റസമ്മതം നടത്തി. പക്ഷെ ഒരു ചെറിയ തെളിവ്, അത് മാത്രം മതി അയാൾക്ക് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ. പക്ഷെ ആ തെളിവ് ലഭിക്കുന്നില്ല. അതിനാൽ ഡോഗ് സ്ക്വാഡിനെ ഉപയോഗിച്ച് ഗൗരവമായി തിരയുന്നുണ്ട്. പോലീസ് പറയുന്നത്, ഞങ്ങൾ ഇപ്പോൾ വരെയും അന്വേഷിക്കുന്നുണ്ട്, ശരിയായ ഒരു തെളിവ്, ക്ലൂ ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. കൂടാതെ ഇത് പദ്ധതിയിട്ട് ചെയ്ത ഒരു കൊലപാതകമായി തോന്നുന്നില്ല. പറഞ്ഞു വന്നാൽ ഈ മാധവി മരിച്ചു എന്നുള്ളത് ഞങ്ങൾ ഒഫീഷ്യലായി ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടേ ഇല്ല. അതിനുള്ള തെളിവുകൾ ലഭിച്ചാൽ മാത്രമേ അവർ മരിച്ചു എന്നുള്ളത് സ്ഥിരീകരിക്കാൻ കഴിയൂ എന്നും പറഞ്ഞു. ഇതുവരെയും ഇതൊരു മിസ്സിംഗ് പേഴ്സൺ കേസായി മാത്രമേ ഞങ്ങൾ കരുതുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഇവയ്ക്കെല്ലാം അപ്പുറം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഭവം, ഇന്നുവരെ നടന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ആദ്യം ഗുരുമൂർത്തിയുടെ കുറ്റസമ്മതം തന്നെ സത്യമാണോ എന്നുള്ളൊരു സംശയമാണ് ഞങ്ങൾക്ക് വന്നത്. അയാൾ ഞങ്ങളോട് പറഞ്ഞതെല്ലാം ഒരു കെട്ടിച്ചമച്ച കഥയായിരിക്കുമോ എന്നുള്ള രീതിയിലാണ് ഞങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. ഈ ഒരു കേസിൽ ഇതിൽ കൂടുതൽ ഞങ്ങൾക്കൊന്നും പറയാൻ കഴിയുന്നില്ല. കേസ് ഇപ്പോഴും അന്വേഷണത്തിലാണ് എന്ന് ഡെപ്യൂട്ടി കമ്മീഷണർ പ്രവീൺ പറഞ്ഞു. കൂടാതെ പോലീസിന്റെ ഈ അന്വേഷണത്തെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഇന്ന് വരെയും ഈ ഒരു കേസിൽ ആരെയും അറസ്റ്റ് ചെയ്തിട്ടുകൂടെയില്ല. കുറ്റസമ്മതം നടത്തിയ ഗുരുമൂർത്തിയെ പോലും ഒരു സസ്പെക്റ്റായി മാത്രമേ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളൂ. ഇങ്ങനെ പെട്ടെന്ന് ഈ ഒരു കേസിൽ വലിയൊരു വഴിത്തിരിവ് സംഭവിച്ചതുകൊണ്ട് പോലീസ് മറ്റൊരു ദിശയിലേക്ക് ഈ ഒരു കേസ് അന്വേഷണം കൊണ്ടുപോകാൻ തുടങ്ങി. ഇനി മറ്റാരെങ്കിലും ഈ ഒരു കേസിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ, കൊലപാതകം ചെയ്യാൻ ആരെങ്കിലും കൂട്ടുനിന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ കൊലപാതകം നടന്നിട്ടുണ്ടോ, ഇങ്ങനെയുള്ള പല അന്വേഷണങ്ങൾ പോകുന്നുണ്ട്. ഗുരുമൂർത്തി പറഞ്ഞ ഈ ഒരു കഥ അല്ലെങ്കിൽ ആ ഒരു സംഭവം സത്യമാണോ, കെട്ടിച്ചമച്ചതാണോ, അതിനെ കണ്ടുപിടിക്കാൻ ഇപ്പോൾ വീണ്ടും ആ ഏരിയയിലുള്ള CCTV ദൃശ്യങ്ങൾ എല്ലാം, കോൾ റെക്കോർഡ്സ്, ഇങ്ങനെ പുതുതായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ലോകത്തെ ആകെ ഞെട്ടിപ്പിച്ച ഈ ഒരു കേസിൽ ഇപ്പോഴും യാതൊരു ഉത്തരവും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ ദുഃഖകരമായ ഒരു കാര്യം. പോലീസ് ഇങ്ങനൊരു ട്വിസ്റ്റ് കൊണ്ടുവരുമെന്ന് ആരെങ്കിലും ചിന്തിച്ചോ? ഗുരുമൂർത്തി പറഞ്ഞ ആ ഒരു കുറ്റസമ്മതം, അതിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കാരണം ആ ഒരു വീട്, അത് കാണുമ്പോൾ തന്നെ വളരെ ചെറിയ നോർമലായ ഒരു വീട്, വീടിനുള്ളിൽ ആ ബാത്റൂം കാണുമ്പോൾ അതും സാധാരണ ഒരു ചെറിയ ബാത്റൂം. അപ്പോൾ എങ്ങനെയാണ് ആ വീടിനുള്ളിൽ വെച്ച്, ആ ഒരു ചെറിയ ബാത്റൂമിനുള്ളിൽ വെച്ച് ഒരു മുഴുവൻ മനുഷ്യ ശരീരത്തെ കഷ്ണങ്ങളാക്കി വെട്ടി അയാൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്? സത്യത്തിൽ അങ്ങനെ ചെയ്യാൻ സാധ്യത ഉണ്ടെങ്കിലും നമുക്കിങ്ങനെയുള്ള സംശയങ്ങൾ വരാൻ കാരണം അവിടെ നിന്ന് യാതൊരു ചെറിയ തെളിവും ലഭിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ്. ഒരു ചെറിയ രക്തത്തുള്ളി പോലും കണ്ടെത്താൻ സാധിക്കാത്തത് കൊണ്ടാണ് നമുക്കിങ്ങനെയുള്ള ചിന്തയും സംശയങ്ങളും വരുന്നത്. നിങ്ങൾ ഈ ഒരു കേസിനെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? ഗുരുമൂർത്തിയുടെ കുറ്റസമ്മതം സത്യമാണെന്ന് ചിന്തിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അതിനുള്ളിൽ തന്നെ നമ്മളറിയാത്ത മറ്റെന്തെങ്കിലും സത്യമുണ്ടാകുമോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.